സ്നേഹാദരണീയരായ വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് പരലോകം ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുള്ള പവിത്രമായ നമ്മുടെ ശരീരത്തിൽ ആ അവയവങ്ങൾക്കോ അതല്ലെങ്കിൽ ആ അവയവം മറയ്ക്കുന്ന വസ്ത്രങ്ങൾക്കോ എന്തെങ്കിലും ഒരു കേടുപാടുകൾ സംഭവിച്ചാൽ നമ്മളൊക്കെ അത് ഭംഗിയായി വൃത്തിയാക്കാറുണ്ട്. കാരണം ആ വൃത്തി കണ്ടെത്തുന്ന സമയം വരെ ആ വൃത്തിയില്ലായ്മ നമ്മളെ അസംതൃപ്തനാക്കാറുമുണ്ട്. മുടിയൊരൽപ്പം നീണ്ടാൽ, നഖമൊരൽപ്പം നീണ്ടാൽ, ധരിക്കുന്ന വസ്ത്രത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് കറയോ അതല്ലെങ്കിൽ ആ വസ്ത്രം കൊണ്ടുണ്ടാവേണ്ട ഗുണമോ നടക്കുന്നില്ല എങ്കിൽ അതൊക്കെ വളരെ വൃത്തിയായി കഴുകാനും വൃത്തിയാക്കാനും സമയം കണ്ടെത്തുന്നവരും പണം ചെലവഴിക്കുന്നവരുമാണ് നമ്മളെല്ലാവരും. പക്ഷെ പലപ്പോഴും നമ്മളെ ജീവിതത്തിൽ നമ്മളിൽ പലരും വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്ത, അതല്ലെങ്കിൽ കൃത്യമായ ഭംഗിയോടുകൂടി പലർക്കും കൊണ്ടു നടക്കാൻ സാധിക്കാത്ത ഒരു അവയവമുണ്ട്. അതാണ് മനുഷ്യന്റെ ഹൃദയം, മനുഷ്യന്റെ മനസ്സ്. ഒരു മനുഷ്യന്റെ മനസ്സ് തകരുന്നതോടുകൂടിയാണ് അവന്റെ ശരീരം തകരുന്നത്. മാനസികമായി എന്തൊക്കെയോ ബേജാറിലും സംഘർഷങ്ങളിലുമൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന് ഭക്ഷണത്തോട് വിരക്തിയുണ്ടാകും, ഉറക്കം നഷ്ടപ്പെടും, ശാരീരികപരമായ ഒരുപാട് അസ്വസ്ഥതകൾ ആ മാനസിക വേദന കൊണ്ട് അവൻ അനുഭവിക്കാറുണ്ട്. പല പ്രശ്നങ്ങളെ കൊണ്ടും മനസ്സ് കൈവിട്ടു പോകും. നിരന്തരമായ പരീക്ഷണങ്ങൾ, വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് എത്തുന്ന കടബാധ്യതകൾ, ഭാര്യ ഭർത്താക്കന്മാരിൽ ഉണ്ടാകുന്ന ചില മോശം സ്വഭാവങ്ങൾ, മക്കളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ, ഇങ്ങനെ പലതുകൊണ്ടും മനസ്സ് കൈവിട്ടു പോകുകയും പിന്നീട് ഉറക്കമില്ലാതെ ടെൻഷൻ അടിച്ച് മാനസിക വിഭ്രാന്തിയും ഞെട്ടിയെഴുന്നേൽക്കലും ഒന്നും മനസ്സറിഞ്ഞ് പുഞ്ചിരിക്കാൻ പോലും സാധിക്കാതെ ജീവിക്കുന്ന പലരും നമ്മളെ കൂട്ടത്തിലുണ്ട്. അവസാനം ചിലരെ അത് ആത്മഹത്യയിലേക്ക് എത്തിക്കും. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് നമ്മളെ ഈ കേരളക്കരയിൽ ഒരു മുസ്ലിം കുടുംബത്തിലുണ്ടായ ആത്മഹത്യ നമ്മളെയൊക്കെ ഒരുപാട് ചിന്തിപ്പിക്കേണ്ടതാണ്. 9 മാസം ഗർഭം ധരിച്ച ഒരു പെണ്ണ് പ്രസവത്തോടടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാനസികമായി വലിയ സംഘർഷത്തിലായി. കാരണം അവളുടെ ഉമ്മ കുടുംബത്തിൽ ഒരു അംഗവൈകല്യമുള്ള ഒരു കുട്ടി ജനിച്ചിരുന്നു വർഷങ്ങൾക്ക് മുൻപ്. അവസാനം ഗർഭം ധരിച്ച പെൺകുട്ടിക്ക് എന്റെ ഉദരത്തിലുള്ള കുഞ്ഞ് എന്റെ പാരമ്പര്യം, കുടുംബത്തിന്റെ പാരമ്പര്യം പോലെ അംഗവൈകല്യം ഉണ്ടാകുമോ, അവൾക്ക് ശാരീരികപരമായ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആ കുഞ്ഞിനുണ്ടാകുമോ എന്ന ആദിയും ചിന്തയും ദിവസങ്ങളോളം ഡിപ്രഷനിലായി അവസാനം ആ 9 മാസം ഗർഭം ധരിച്ച പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. തൊട്ടടുത്ത ദിവസം, കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപും നമ്മൾ കേട്ടു, ഇക്കഴിഞ്ഞ MBBS പരീക്ഷയിൽ 99.99% മാർക്ക് വാങ്ങിയ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. അത്രയേറെ മനുഷ്യന്റെ മനസ്സുകളെ ഡിപ്രഷൻ എന്ന അവസ്ഥയിലേക്കും മാനസിക സങ്കടങ്ങളിലേക്കും ഇന്നത്തെ ചില പരീക്ഷണങ്ങളും അവന്റെ ചിന്തകളും പൈശാചികതയും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകാരോഗ്യ സംഘടന ഇന്നത്തെ ദിവസം ഒക്ടോബർ 10 മാനസിക ആരോഗ്യ ദിനമായി ആചരിക്കുന്നുണ്ട്.
വളരെ ഗൗരവത്തോടുകൂടി നിങ്ങൾ ആ മനസ്സിനെ സംവിധാനിക്കണമെന്നും, അല്ലെങ്കിൽ ലോകത്ത് ഇന്ന് രേഖപ്പെടുത്തപ്പെട്ടതുപോലെ വലിയ അസുഖങ്ങളിലെ 2ാം സ്ഥാനത്താണ് മാനസിക ആരോഗ്യമില്ലായ്മ. അത്രയേറെ മനുഷ്യന്റെ മനസ്സുകൾ തകർന്നു പോകുന്നുണ്ട്. ഈ ഇരിക്കുന്ന നമ്മളിൽ പലരും ചിന്തിച്ച് ചിന്തിച്ച് കാടുകയറാറുണ്ട്. എന്തൊക്കെയോ ബേജാറിൽ അറിയാതെ പൊട്ടിക്കരയാറുണ്ട്. ഉറക്കം പോലും ഇല്ലാതാവാറുണ്ട്. അവിടെയൊക്കെ കൃത്യമായി അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ ആ മനസ്സിനെ കുറിച്ച് അള്ളാഹു ചില കാഴ്ചപ്പാട് രേഖപ്പെടുത്തി. നിങ്ങളുടെ ശരീരവും മനസ്സും കൂടിച്ചേരുന്നതാണ് ജീവിതം. ആ മനസ്സ് തകരുമ്പം ശരീരം തകരും, ഇബാദത്തുകൾ തകരും. ജീവിതത്തിൽ പടച്ച റബ്ബ് തന്ന പലതിനോടും നിങ്ങൾക്ക് താല്പര്യക്കുറവ് അനുഭവപ്പെടും. എന്നിട്ട് വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് ഓർമ്മപ്പെടുത്തി, ഖദ് അഫ്ലഹ മൻ സക്കാഹ, ആരാണോ ആ മനസ്സിനെ നന്നാക്കുന്നവൻ അവൻ വിജയിച്ചിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹ, ആരാണോ ആ മനസ്സിനെ തള്ളിക്കളയുന്നവൻ, അശ്രദ്ധനാക്കുന്നവൻ അവൻ പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ തന്നെ ഓർമ്മപ്പെടുത്തി, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ, നിങ്ങളുടെ സൃഷ്ടാവിന്റെ സ്ഥാനത്തെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടുകയും ആ ഭയപ്പാടോടുകൂടി നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കൃത്യമായി ചലിപ്പിക്കുകയും ചെയ്താൽ, നിങ്ങളുടെ ഇച്ഛകളെ മാറ്റിവെച്ച് ആ മനസ്സിൽ റബ്ബിനെ ഭയപ്പെട്ട് ജീവിച്ചാൽ തീർച്ചയായും അവൻ വിജയിച്ചിരിക്കുന്നു. ഹബീബായ നബി തങ്ങൾ പലപ്പോഴും മദീനത്തെ പള്ളിയിൽ സ്വഹാബത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ആ കാര്യം. ഫഇന്ന ഫിൽ ജസദി മുദ്അ, നിങ്ങളുടെ ശരീരത്തിലുണ്ട് ഒരു മാംസപിണ്ഡം, അത് നന്നായാൽ നിങ്ങൾ നന്നായി, അത് കേടുവന്നാൽ നിങ്ങൾ മൊത്തം കേടുവന്നു, നിങ്ങളുടെ ജീവിതം പോലും തകർന്നു പോകും. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തു, മറ്റെന്ത് നന്നാക്കുന്നത് പോലെ നിങ്ങളെ മനസ്സിനെ ഇടക്കിടക്ക് നിങ്ങളൊന്ന് വൃത്തിയാക്കണം. അളവിൽ കൂടുതൽ ചിന്തകൾ മനസ്സിലേക്ക് കൊടുക്കരുത്. കാടടക്കിയ ഊഹത്തിലേക്ക് നിങ്ങൾ പോകരുത്. നഷ്ടങ്ങളെപ്പറ്റി ആലോചിച്ച് നിങ്ങൾ വൃഥാവിലാവരുത്. ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് നിങ്ങളെ മനസ്സിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. കാരണം നമ്മളെ മനസ്സിനെ വേദനിപ്പിക്കാൻ മറ്റുള്ളവരുണ്ട്, നമ്മളെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ നമ്മളേയുള്ളൂ. എന്റെ മനസ്സിനെ ഞാൻ സന്തോഷിപ്പിക്കണം. 4 പേര് കയറേണ്ട തോണിയിൽ 40 പേരെ കയറ്റുന്നതിന് സമമാണ് തന്റെ ഹൃദയം എന്ന ചിന്തകളിലേക്ക് ആയിരക്കണക്കിന് ചിന്തകൾ കൊണ്ടുവന്ന് ടെൻഷൻ അടിക്കുന്നവനെന്ന് ലോകത്തെ ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ആ ഹൃദയത്തെ റബ്ബിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരുക്കാനും ആ ഹൃദയം കൈവിട്ടു പോകാതിരിക്കാനും ടെൻഷനില്ലാതെ ജീവിക്കാനും അള്ളാന്റെ ഹബീബ നബി തങ്ങൾ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി തന്നു. അതിലൊന്ന്, നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും ദൈവസ്മരണ കൊണ്ട് ചലിപ്പിച്ചുകൊണ്ടിരിക്കണം. ദിക്റുകളെ കൊണ്ട്, ദുആകളെ കൊണ്ട്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, കേവലം യാന്ത്രികമായ നാവുകളെ കൊണ്ടല്ല. വാഹനം ഓടുന്നതിന്റെ ഭംഗി നോക്കി വാഹനത്തിന്റെ വിലയെപ്പറ്റിയല്ല ചർച്ച ചെയ്യേണ്ടത്. മറിച്ച് റബ്ബേ, ഈ ദുനിയാവിൽ ഒരു കാലത്ത് ഒട്ടകങ്ങളുടെ വാഹനത്തിൽ നിന്ന് ഇന്ന് 13-14 കോടിയുടെ വാഹനത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, മനസ്സുകൾ റബ്ബിനെ ഓർത്തുകൊണ്ടിരിക്കണം. അല്ലാത്തവൻ എന്ത് ചിന്തിക്കും? 15,000 അതല്ലെങ്കിൽ 15 കോടിയുടെ കാറ് നോക്കി അവനാന്റെ പോർച്ചിൽ ലോൺ എടുത്തു വാങ്ങിയ 10 ലക്ഷത്തിന്റെ കാറ് നോക്കിയിട്ട് പറയും, വേറൊരു ലോണും കൂടി എടുത്തിട്ട് അത് 25-ൻ്റെതാക്കണം. അതോടെ മനുഷ്യന്റെ ഹൃദയം തകരും, അവന്റെ ജീവിതം നഷ്ടപ്പെടും. ആരാന്റെ ജീവിതത്തിലേക്ക് നോക്കി സ്വന്തം ജീവിതം ചിട്ടപ്പെടുത്തുമ്പോ. അതുകൊണ്ട് ആ ലോകത്തിന്റെ ഹബീബരിക്കെ പറഞ്ഞതും, ലാ യൻദുറു, ഒരിക്കലും നിങ്ങൾ നോക്കാൻ പാടില്ല നിങ്ങളെക്കാൾ മേലെയുള്ളവരിലേക്ക്. കാരണം അത് നിങ്ങളെ ഹൃദയത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്തും. നിങ്ങൾക്ക് നൽകപ്പെട്ടത് മറ്റു പലർക്കും പടച്ചോൻ കൊടുക്കാത്തതാ. നമുക്ക് ജോലിയുണ്ടോ? ജോലിയില്ലാത്ത അനേകായിരങ്ങളുണ്ട്. നമുക്ക് കാറുണ്ടോ? വീടുണ്ടോ? വാടക വീട്ടിൽ താമസിക്കുന്ന ആയിരങ്ങളുണ്ട്. നമുക്ക് ആരോഗ്യമുണ്ടോ? ആരോഗ്യം ക്ഷയിച്ച് ജീവിക്കുന്ന 10,000-ങ്ങളുണ്ട്. ആ ചിന്ത, ദൈവസ്മരണ, അല്ല, നിങ്ങൾ അറിയണം, ബിദിക്രില്ലാഹി, റബ്ബിനെ കുറിച്ചുള്ള സ്മരണയെ കൊണ്ട് മാത്രമാണ് തത്മഇന്നുൽ ഖുലൂബ്, നിങ്ങളെ മനസ്സും നിങ്ങളെ കൽബും ഒന്ന് തണുക്കുന്നത്. ആ ചിന്ത ഏതർത്ഥത്തിൽ ഉണ്ടാവണം? ഇന്ന റബ്ബി കരീബുൻ മുജീബ്, എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്, ഏത് നിമിഷവും
എന്റെ റബ്ബന്റെ കൂടെയുണ്ട്, എന്റെ ഓരോ ചലനത്തിലും എന്റെ റബ്ബന്റെ കാര്യങ്ങൾ അറിയുന്നുണ്ട് എന്ന ഒരു ചിന്ത നമ്മളെ മനസ്സിനെ നമ്മൾ അങ്ങനെ ഇടക്കിടക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. രണ്ടാമതായി തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, ആരൊക്കെ നിങ്ങളെ കൈവിട്ടാലും റബ്ബെന്നെ കൈവിടില്ല എന്ന പ്രതീക്ഷയുണ്ടാവണം. റബ്ബൻ ഒരിക്കലും അപമാനിക്കില്ലെന്ന പ്രതീക്ഷയുണ്ടാവണം. വമൻ യതവക്കൽ അലല്ലാഹ്, ആരെങ്കിലും കൊടുക്കേണ്ട രീതിയിൽ തവക്കുൽ റബ്ബിൽ കൊടുത്തേൽപ്പിച്ചു കഴിഞ്ഞാൽ ഫഹുവ ഹസ്ബുഹു, അവനത് മതി. എന്റെ ജീവിതത്തിൽ എന്റെ തവക്കുൽ ഞാൻ എന്റെ റബ്ബിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏതൊരു കാര്യത്തിനിറങ്ങുമ്പോഴും നിങ്ങൾ ബിസ്മില്ലാ എന്ന് പറയണം. നിങ്ങൾ വലതിനെ മുന്തിക്കണം. നിങ്ങൾ ശത്രുവിന്റെ പാളയത്തിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് പോലും മൂർച്ചയേറിയ വാളാണ് നിങ്ങളെ കയ്യിലുള്ളതെങ്കിലും അത് ഉപയോഗിക്കാൻ റബ്ബനെ പ്രേരിപ്പിക്കണം. റബ്ബന്റെ കൂടെയുണ്ടാവണം. ആ ചിന്ത ഏതെങ്കിലും നാരങ്ങയിലോ ഒരു തസ്ബീഹ് മാലയിലോ നിങ്ങൾ വെച്ചിട്ട് പടച്ചോനോട് പരിഹാസം ചെയ്യരുത്. ഇന്നങ്ങനെയാ. റബ്ബിൽ തവക്കുൽ ചെയ്യേണ്ടതിന് പകരം ഒരു പൂനാരങ്ങ വെച്ചിട്ട് വാഹനമിറക്കുന്നവർ, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എല്ലാ മതങ്ങളുടെയും ദൈവങ്ങളെ പൂജിക്കുന്നവർ, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഏതാഘോഷത്തിലും മതേതരത്വം കാണിക്കാൻ എല്ലാ ദൈവങ്ങളെയും ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നവർ, തസ്ബീഹ് മാല കൊണ്ട് മാത്രം ഉദ്ഘാടനം നിർവഹിക്കുന്നവർ, വീട്ടിൽ കയറുമ്പം അത്തരത്തിലുള്ള മന്ത്രിച്ചൂതിയ വാക്കുകളും മന്ത്രിച്ചൂതിയ കാര്യങ്ങളുമായി വീട്ടുകൂടൽ നടത്തുന്നവർ, അവിടെയാ റബ്ബർമപ്പെടുത്തിയത് വീട്ടിന്റെ കണ്ണിമൂലയിലുള്ള ബാത്റൂം അല്ല നിങ്ങളെ സ്വൈര്യക്കേട്, വീട്ടിന്റെ മൂലയിൽ കുഴിക്കപ്പെട്ട കിണറല്ല നിങ്ങളുടെ സുക്കേട്, അമ്പലത്തിന്റെ മിനാരത്തിന്റെ മേലെയാണ് നിങ്ങളുടെ വീടിന്റെ മിനാരം എന്നതല്ല നിങ്ങളുടെ പ്രശ്നം. വമൻ യതവക്കൽ അലല്ലാഹ്, എന്റെ റബ്ബന്റെ കൂടെയുണ്ടെന്ന ബോധത്തിൽ എന്റെ റബ്ബന്റെ കൈവിടില്ല എന്ന മനസ്സോടെ പടച്ചൊല്ല് തവക്കുൽ ചെയ്യാൻ പറ്റണം. എങ്ങനെ? അള്ളാഹ്ക്ക് വേണ്ടതെല്ലാം ചെയ്ത് അള്ളാഹു ഇഷ്ടപ്പെട്ടതെല്ലാം ഒഴിവാക്കിക്കൊണ്ട്. അല്ലാതെ കള്ളുകുടിച്ച് തവക്കൽതു അലല്ലാഹ്, എങ്ങനെങ്കിലും വീട്ടിലെത്തിക്കണം റബ്ബേ എന്ന തവക്കുലല്ല. ഹറാമായ ലോണും തോന്നിയാസങ്ങളും കാണിച്ചുണ്ടാക്കിയ മുതലുകൊണ്ട് ബിസിനസ് തുടങ്ങി തവക്കൽതു അലല്ലാഹ് എന്ന് പറയാനല്ല. ഏതർത്ഥത്തിലും എന്റെ റബ്ബന്റെ കൂടെയുണ്ടെന്ന ബോധത്തോടെ നിങ്ങൾക്ക് അല്ലാഹുവിൽ തവക്കുൽ ചെയ്യാൻ പറ്റണം. മൂന്നാമത്തെ കാര്യം, മനസ്സിനെ ബോധ്യപ്പെടുത്തണം, എല്ലാ കാര്യത്തിനും അവധിയുണ്ട്. അല്ലാഹ് ഈ ദുനിയാവിൽ എന്ത് തന്നോ ഈ ദുനിയാവിന് പോലും റബ്ബ് അവധി നിശ്ചയിച്ചിട്ടുണ്ട്. അത് പ്രയാസങ്ങളാവട്ടെ പരീക്ഷണങ്ങളാവട്ടെ, ഏത് പ്രതിസന്ധിയുടെയും അവസാനം അത് തിരുത്തുന്നൊരു ദിനം അള്ളാന്റെ അരികിൽ വരാനുണ്ട്. ഫഇന്ന മഅൽ ഉസ്രി യുസ്റ, ദാരിദ്ര്യത്തിലാണോ പ്രയാസത്തിലാണോ നിങ്ങളുടെ സ്വഭാവം മാറരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്തിപ്പോരുന്ന നന്മകളെ നിങ്ങൾ മുടക്കരുത്. മറിച്ച് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, റബ്ബേ എന്റെ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് എനിക്കൊരു ഹൈറായ അവസ്ഥയിലേക്ക് നീ എത്തിക്കണം. ഹൈറായ അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, റബ്ബേ എന്റെ ഹൈറ് ഒരിക്കലും എന്നെ ഷർറാക്കി നീ പരീക്ഷിക്കാൻ ഉപയോഗിക്കരുത്. അത് പണമായാലും കുടുംബമായാലും ആരോഗ്യമായാലും ഏത് സെക്കൻഡും മനസ്സിനെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം, എല്ലാറ്റിനും പരിധിയുണ്ട്. എന്തും നശിക്കാനുള്ളതാ. ആരോഗ്യം നശിക്കും, സമ്പത്ത് നശിക്കും, അള്ളാഹ് ഈ ദുനിയാവിൽ വാങ്ങിക്കൂട്ടിയ നമ്മളുടെ പറമ്പ് നശിക്കും. ദുനിയാവ് തന്നെ പടച്ചോൻ നശിപ്പിക്കുന്നു പറഞ്ഞ പിന്നെന്തിനാ ദുനിയാവിൽ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്തിങ്ങനെ ബേജാറാവുന്നു? അള്ളാഹു ഓർമ്മപ്പെടുത്തിയില്ലേ, കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. കുല്ലുമൻ അലൈഹാ ഫാൻ, ഇതൊക്കെ നശിക്കാനുള്ളതാ. എത്ര കോടികൾ കയ്യിലുള്ളവനുണ്ടാവട്ടെ, ഇതൊക്കെ നശിക്കാനുള്ളതാ. അള്ളാഹുവിന്റെ ദുനിയാവിലേക്ക് കടന്നു വന്നപ്പം കാത്തരി മണ്ണ് കാത്തരി പൊന്ന് നമ്മൾ ആരും കൊണ്ടുവന്നിട്ടില്ല. നൂലിയയില്ലാതെ ഉടുക്കാതെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ കാണുന്നവർക്കൊരു നാണക്കേട് തോന്നാതിരിക്കാൻ 5ഉം 3ഉം വെള്ളയിൽ പൊതിഞ്ഞ് മണ്ണ് കിറക്കി വെക്കുന്ന ഒരു ജീവിതം. അല്പകാലം ഈ ദുനിയാവിന് ഇന്നേക്ക് നമ്മളെ കണക്ക് പ്രകാരം 2025 ആണെങ്കിൽ 1983 മുതൽ ഇനി നിശ്ചയിക്കപ്പെട്ട ഒരു 10, 60, 70, 80 കൊല്ലം, അത്രേ ഉള്ളൂ ദുനിയാവ്. ഇതിന്റെ മുന്നേ എത്രയോ ആളുകൾ വാരിപ്പിടിച്ചവരുണ്ട്, തൂണുകളിൽ കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയവരുണ്ട്, നമ്മളെക്കാൾ ഏറെ മോഹിച്ച് ജീവിച്ചവരുണ്ട്, പരന്നു കിടക്കുന്ന തോട്ടങ്ങൾ കണ്ട് അഭിമാനിച്ചവരുണ്ട്. ആ തോട്ടങ്ങളൊക്കെ ഇപ്പോ 10ഉം 15ഉം കഷണായിട്ട് ആരൊക്കെയോ കൈമല. അങ്ങനെ ദുനിയാവള്ള നശിപ്പിക്കുമെന്ന ബോധത്തിൽ നമ്മളെ മനസ്സിനെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. നാലാമതായി
ഒരു കാര്യത്തിലും അള്ളാഹു അശ്രദ്ധനല്ല എന്ന് സ്വന്തം മനസ്സിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം.